ഇറാൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം ശക്തമാക്കി യു.എസ്. സെൻട്രൽ കമാൻഡ് 12 കപ്പലുകൾ തിരിച്ചയച്ചു. 2 കപ്പലുകൾക്ക് നേരെ യാത്ര തുടരാനാവാത്ത വിധം സൈനിക നടപടികൾ സ്വീകരിച്ചതായും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഇറാനുമായി ഒമാൻ ചർച്ചകൾ ആരംഭിച്ചു. 13 ദിവസത്തെ സൈനിക നടപടികൾക്ക് ശേഷം ഇറാനെതിരായ ആക്രമണങ്ങൾ താൽക്കാലികമായി യു.എസ്. നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതിശക്തമായ ആക്രമണമായിരുന്നു 13 ദിവസം അമേരിക്ക ഇറാനിൽ നടത്തിയെങ്കിൽ ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ ആ ആക്രമണങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇപ്പോൾ ആക്രമണങ്ങൾ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, മറ്റൊരു നിർണായകമായ വെളിപ്പെടുത്തൽ കൂടി ഇന്നലെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിശക്തമായ ഒരു ആക്രമണത്തിനുള്ള സാധ്യത അടുത്തെങ്ങുമില്ല, ചർച്ചകൾ തുടരുന്നതിനുള്ള സാധ്യത തുറന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രംപ് അറിയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് മറ്റൊരു നിർണായകമായ സംഭവവികാസം ഉണ്ടായിരിക്കുന്നത്. ഒമാൻ പ്രതിനിധികൾ ഇപ്പോൾ ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ടെഹ്റാനിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹോർമുസിലൂടെ ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് വരുന്ന കപ്പലുകളെ ശക്തമായി പ്രതിരോധിക്കുന്നതിനുള്ള നീക്കം യു.എസ്. സെൻട്രൽ കമാൻഡ് നടത്തുന്നത്. 12 കപ്പലുകൾ തിരിച്ചയക്കുകയും മറ്റൊരു കപ്പലിനെ കൂടി ആക്രമിക്കുകയും ചെയ്തു എന്ന് സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട്. ഈ 2 കപ്പലുകളാണ് ഇപ്പോൾ യാത്ര തുടരാനാവാത്ത വിധം നിശ്ചലമാക്കിയിരിക്കുന്നത്. മറ്റു 12 കപ്പലുകൾ തിരിച്ചയക്കുകയും ചെയ്തു. അതായത് ഇറാൻ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കപ്പലുകൾ തിരിച്ച് ഇറാനിലേക്കും അതുപോലെ തന്നെ ഇറാനിലേക്ക് പോകുന്ന കപ്പലുകളെ ആ വഴിയിൽ തടഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 12 കപ്പലുകൾ തിരിച്ചയച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ അതിശക്തമായ ഒരു പ്രതിരോധം ഹോർമുസിൽ ഇറാൻ പോർട്ടുകൾക്ക് നേരെ നടത്തുന്ന ആ ഉപരോധം യാഥാർത്ഥ്യമാക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹോർമുസ് പൂർണ്ണമായും ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം പൂർണ്ണമായും പിൻവലിച്ച് ഹോർമുസ് തുറക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒമാൻ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. തുടർ ചർച്ചകളിലൂടെ ഒരു സമാധാനത്തിലേക്കുള്ള നീക്കത്തിന് കാര്യങ്ങൾ തുറക്കുന്നു അല്ലെങ്കിൽ വഴി തുറക്കുന്നു എന്ന സൂചനയാണ് നിലവിൽ ലഭ്യമാകുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. ശരി.